ഞാൻ തൊടുപുഴ തൊടുപുഴയിൽ നിന്ന് പാലായിക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊരു വലിയൊരു പാറമുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് കയറിയാലോ എന്നൊരു തോന്നൽ. ഈ വലിയ പാറയുടെ താഴെ ഇതുപോലെ വലിയ പാറമട്ടയൊക്കെ, വലിയ പാറമടയുണ്ട്. വലിയ പാറമടയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴി. അത് നമുക്ക് നേരെ ആ വലിയ പാറയിലോട്ട് കയറാം. ഇവിടെ ഒരു പയ്യൻ അതിൽ നടന്നു പോയി. അവനോട് ചോദിച്ചു വന്നേ. അപ്പോൾ അവൻ ഈ വഴിയുടെ കാര്യം പറഞ്ഞു തന്നെ. ഉറവപ്പാറ എന്നങ്ങാണ്ട് ഈ പാറയുടെ പേര്. ചുമ്മാ ഒന്ന് കയറി നോക്കാം. അയ്യപ്പാ, പക്ഷേ കയറുന്ന സമയം ഒരു വല്ലാത്ത സമയം. 12:30 ആയതേ ഉള്ളൂ. സമയമാണ്. നല്ല ഒന്നാന്തരം വെയിലാണ്. പക്ഷേ ഇനി ഏതായാലും ഇതിനു വേണ്ടി ഇവിടെ വരാൻ പറ്റത്തില്ല. അത് കാരണം എന്നാൽ പിന്നെ കയറിയേക്കാന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിലാണ്. അയ്യപ്പാ, ആവശ്യമായിട്ട് വരും പാല. അയ്യപ്പാ, ഏതായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. ഇതുപോലെ അവധി ദിവസം മാത്രം വല്ലപ്പോഴും എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. കുറേ നാളായി ഇതുപോലെ വലിയ മല കയറിയിട്ട് ചെറിയ ട്രെക്കിങ് പോലെ എന്തെങ്കിലും ചെയ്തിട്ട്. എന്നാൽ പിന്നെ ഇന്നൊരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചു. അയ്യപ്പാ, ഇങ്ങോട്ട് വഴി പറഞ്ഞു തന്നെ ആ ചെറുക്കൻ പറഞ്ഞില്ലേ, ഭീമൻ ചേന ഇടിച്ച് കല്ലൊക്കെ ഉണ്ടെന്ന്. അതിതാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വട്ടത്തി കുറച്ച് കല്ലിരിപ്പുണ്ട്. ഇതായിരിക്കും മറ്റേ ചെറുക്കൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നേ ഇവിടെ കറക്റ്റ് 5 കല്ലിരിപ്പുണ്ട്. 1 2 3 4 5. പിന്നെ ഇതൊരു ചെറിയൊരിതാണ്. എനിക്ക് തോന്നുന്നു ഇതും കൊണ്ടാന്ന് തോന്നുന്നു ഈ പഞ്ചപാണ്ഡവന്മാരുടെ കഥയെല്ലാം ഇവിടെ ലിങ്ക് ചെയ്യുന്നെന്ന് തോന്നുന്നു. കാരണം 5 പാണ്ഡവന്മാരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 5 പാറയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഒട്ടുമിക്കാരും കേരളത്തിൽ ഫുള്ള് ഇതുപോലെ പഞ്ചപാണ്ഡവന്മാരുമായിട്ട് ബന്ധപ്പെട്ട കഥയല്ല. എല്ലാ പാറയിലും, എല്ലാ മലയിലും, എല്ലാ ഗുഹയിലും. ഇത് തന്നെ മറ്റേ ചെറുക്കൻ പറഞ്ഞ ആ പഞ്ചപാണ്ഡവൻ ഭീമൻ ചേനിടിച്ച കല്ലെന്ന് പറഞ്ഞ ഇതായിരിക്കും. ഇവിടെ ഒരു പട്ടിക്കൂട്ടിനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ആ തണലത്ത്. കിടന്നുറങ്ങി കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഈ കയറ്റം കൂടെ കയറിയപ്പോൾ നല്ലപോലെ വേർക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ട് അവിടെയായിട്ട് ഒരു പള്ളിയാണോ അമ്പലമാണോ അതോ ഇനി വല്ല വീടുമാണോ എന്നറിയത്തില്ല. ആ പാറയുടെ ഏറ്റവും അറ്റത്ത് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം. ഈ സൈഡിൽ കൂടെ അല്ല, ഇങ്ങനെ കമ്പി വേലി മാതിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനപ്പുറത്തോട്ട് പോകാതിരിക്കാൻ. ഈ വന്നിവിടെ ആൾക്കാരൊക്കെ വരുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഈ പേരെന്നാണെന്ന് അറിയത്തില്ല. ഈ മലയുടെ ഉറവപ്പാറ എന്നങ്ങാണ്ടാ പറഞ്ഞത്. ഉണ്ടല്ലേ ഒരു അമ്പലം ഏതാണ്ടുണ്ട്. മിക്കവാറും അമ്പലമോ പള്ളിയോ വല്ല ആയിരിക്കും. കാരണം ആൾ കൂടുന്ന കാരണമായിരിക്കും ഈ സൈഡിലല്ല ഇതുപോലെ വെയിലെല്ലാം കെട്ടിയിരിക്കുന്നത്. ആ കാണുന്ന തൊടുപുഴ ടൗൺ. അയ്യപ്പാ, ഏഴ് മാസം എങ്ങാണ്ടേ ഇതുപോലെ എല്ലായിടത്തും പോകുന്നു. അതുപോലെ നല്ല മലയൊക്കെ കയറിയിട്ട് ഉറവപ്പാറ എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഭീമപാത തീർത്ഥക്കുളം. വെള്ളം വൃത്തിഹീനമാക്കരുത്, മാലിന്യം നിക്ഷേപിക്കരുത്. ഉറവപ്പാറ എന്ന് തന്നെയാട്ടോ ഇതിൻ്റെ പേര്. ഭീമൻ്റെ തീർത്ഥക്കുളം എന്നാണ് പറയുന്നത്. വേണ്ടേ
ഈ പാറയുടെ സൈഡിലായിട്ട് ചെറിയൊരു കുളം പോലെ കിടപ്പുണ്ട്. അത് നിറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭീമൻ്റെ തീർത്ഥകുളം, ഭീമൻ്റെ തീർത്ഥക്കുളം എന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പയ്യന്മാർ പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ആ പാറ കഷ്ണങ്ങളായിരിക്കും ഭീമൻ ചേന ഇടിച്ചത് കല്ലാന്ന് മറ്റേ ആ ചെറുക്കന്മാർ പറഞ്ഞു. തവളമാക്കരിയൊക്കെ ഉണ്ട്, തവളയൊക്കെ ഉണ്ട്. വഴുതലുണ്ട്, താഴോട്ട് എത്തി നോക്കരുത്. അപ്പം മിക്കവാറും ആ കാണുന്ന ഒരു അമ്പലം തന്നെയാണ്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ കാണത്തില്ല, അപ്പടി വെയിലായത് കാരണം. ഇപ്പം കാണാം, അതൊരു അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെ മേളൊക്കെ കാണാം. 12 മണിയായില്ലേ, അമ്പലം അടച്ചിടുന്നു. താഴെ കൂടെ ഒന്ന് പോയി നോക്കാം ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കിട്ടുമോ. ഈ അമ്പലത്തിൻ്റെ ഇവിടെ നല്ല മരവും ഒക്കെ ആയിട്ട് നല്ല തള്ളൊക്കെ ആയിട്ടിരിക്കും. വെള്ളമില്ല ഉണ്ടായിരുന്ന ഈ മോഹം കഴിയായിരുന്നു. സുബ്രഹ്മണ്യൻ്റെ അമ്പലം കേട്ടോ. പൈപ്പിനകത്ത് വെള്ളമൊന്നുമില്ല, അതായത് മോഹം കഴിയായിരുന്നു. അടുത്തു പിടി വേർപ്പ്. ഇതാ അമ്പലത്തിൻ്റെ അവിടെ കയറി നോക്കാം. ആദ്യമില്ല ഇവിടെ. ഈ താഴെയായിട്ടേ ഒരു കുളം പോലൊരു സംഭവം കാണുന്നുണ്ട്, നിറച്ച് വെള്ളമായിട്ട്. പക്ഷെ വെള്ളം കാണാൻ ഒരു രസമില്ല. മോൻ കഴുകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു വൃത്തിയില്ല വെള്ളത്തിൽ. അത് കാരണം ഇത് പാമ്പുണ്ടോ? ആഹാ, നിറഞ്ഞ് തുളുമ്പി കിടക്കുക. എൻ്റെ ചുറ്റും നടക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും കൂടെ കുറച്ച് നടക്കാറുണ്ട്, അവിടെ വരെ പോയിട്ട് വരാം. ഇവിടെ ഒന്ന് ടെൻ്റ് അടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഒരു പാറ ആയത് കാരണം നല്ല ചൂടായിരിക്കും ടെൻ്റ് അടിച്ചാൽ പോലും. കൊള്ളാം, സൂപ്പർ സ്ഥലം കേട്ടോ. വീട്ടിൽ തന്നെയല്ലേ, അധികം അങ്ങോട്ടും ദൂരോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ഈ വേര് കൊണ്ടാലും ഒരു രസം. ഇതാണ് അമ്പലം. മോഹം കഴുകാൻ പറ്റിയ വെള്ളം കിട്ടുകയാണ്
കുഴപ്പമില്ലായിരുന്നു. ഈ പാറയിലൊക്കെ കിടക്കുന്ന വെള്ളത്തിന് അപ്പടി ചൂടാണ്. മാത്രമല്ല കാണാനും ഒരു രസമില്ല, വൃത്തിയായിട്ട വെള്ളം പോലെ തോന്നും. ഒരു പൈപ്പുണ്ട്, അതിനകത്താണെങ്കിൽ വെള്ളമില്ലാതായി പോയി. ഉണ്ട് ആ ചെറുക്കന്മാർ പറഞ്ഞ ഭീമൻ ചേമ്പാണ് ചേന പിടിച്ച കല്ലാണ്. ആ ഇതുണ്ട്, ഇവിടുന്ന് ഇച്ചിരി വെള്ളം ലീക്കാണല്ലോ. തണുത്ത വെള്ളമാണെങ്കിലേ കുഴപ്പമില്ല. എന്ത് തവളയാന്ന് നോക്കി, ഈ പൊരി വെയിലത്ത് കിടക്കുന്ന വെള്ളത്തിനകത്ത് തവളമാക്കരുത്. എടാ എന്നെ ചൂടാടാ പോയി. അയ്യോ എന്നെ ചൂടാ, ഈ പൊരി വെയിലത്ത് അവൻ ഇരിക്കുന്നുണ്ടല്ലേ. അവൻ ആരാ മൈൻഡ് ചെയ്യാൻ. എൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു വലിയ പാറയുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ട ഇനി വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങോട്ടും കൂടെ പോകാനുള്ള സമയമില്ല. പിന്നെ ഇതുപോലുള്ള പാറയിലൊക്കെ പാമ്പ് കാണാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഈ പുള്ളി കിടക്കുന്ന പാറയല്ലേ, ഇതിനകത്തൊക്കെ പാമ്പ് കാണും. പാമ്പിന് ഇച്ചിരി തണുപ്പൊക്കെ വേണ്ടേ. അതിലേക്ക് കയറുവാണെങ്കിൽ ആ പാറയുടെ മണ്ടയിൽ കൂടെ പോയിട്ട് വരാമായിരുന്നു. പക്ഷെ അതിനുള്ള സമയമില്ല. പോയേക്കാം, മട്ടുപിടിച്ച നേരമല്ലേ. അയ്യപ്പ സൂക്ഷിച്ച് കാണാൻ വരാം. അപ്പുറത്തൊക്കെ വലിയ പാറ.